أبغي إلهي جنة. നമ്മുടെ ഈ തൗഹീദ് നിർത്താൻ നമുക്ക് സമയമായോ? നമ്മുടെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ നമുക്ക് സമയമായോ? നിങ്ങൾക്ക് വളാഞ്ചേരിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ ഇടത് സൈഡിൽ ദർഗ കാണാം. 4-5 വർഷം മുമ്പ് വരെ, അല്ലെങ്കിൽ 5-6 വർഷം മുമ്പ് വരെ കാട് മൂടിയൊരു പ്രദേശം. ആരും ആ ഭാഗത്ത് തന്നെ ചെല്ലാറുണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങൾ ചെന്ന് നോക്കണം ആ ഭാഗത്തുകൂടി. അത് തൊട്ടടുത്ത് വലിയ മരങ്ങൾ, ആളുകൾക്ക് ഇരിക്കാനും നിൽക്കാനും അവിടെ കടകളും കമ്പോളങ്ങളുമായി, അവിടെ പ്രാർത്ഥനകളുമായി ഉസ്താദുമാരായി, അവിടെയുള്ള മരങ്ങളിൽ തൊട്ടിലുകൾ കെട്ടി വാഹനങ്ങളിൽ ഇറങ്ങുന്ന പർദ്ദ ധരിച്ച മുസ്ലിം ഉമ്മമാർ, കുട്ടികൾക്ക് വേണ്ടി കൈകൾ ഉയർത്തി നിൽക്കുന്ന, ആരാണ് മരിച്ചതെന്ന് പോലും അറിയാത്ത നാഷണൽ ഹൈവേയുടെ റോഡ് സൈഡിൽ ഉയർന്നു വന്ന കൽക്കുംഭാരങ്ങൾക്ക് മുന്നിൽ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മമാർക്കിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രബോധന പ്രവർത്തനം മുജാഹിദ് പ്രസ്ഥാനത്തിന് അവസാനിപ്പിക്കാനാകുമോ? തൗഹീദില്ലാതെ എന്ത് മുജാഹിദ് പ്രസ്ഥാനം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതെ എന്തിന് മുജാഹിദ് പ്രസ്ഥാനം? തൗഹീദാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ. കേരള നദുവത്തുൽ മുജാഹിദീന്റെ ജനറൽ സെക്രട്ടറിയായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞുപോയ മഹാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹം ആദ്യമായിട്ട് ഉംറ നിർവഹിക്കാൻ പോകുന്നത്, ഹജ്ജിന് പോകുന്നത് 1960-കൾക്ക് ശേഷം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കഅബത്തിന്റെ ഖില്ല പിടിച്ച് കഅബാലയത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച എന്റെ പ്രാർത്ഥന പത്തപ്പിരിയത്തിന്റെ മക്കൾക്ക് നല്ല ജോലി കിട്ടണമെന്നല്ല, എന്റെ കുടുംബത്തിന് നല്ല ഐശ്വര്യം ഉണ്ടാകണമെന്നല്ല, മറിച്ച് കേരളത്തിലെ എന്റെ സമുദായത്തിന് തൗഹീദ് എത്തിക്കാനുള്ള സൗഭാഗ്യം നൽകണേ എന്ന് ആത്മാർത്ഥമായി പടച്ചറബിനോട് പ്രാർത്ഥിച്ച മഹത്തായ പാരമ്പര്യമുള്ള ഒരുപറ്റം നേതാക്കന്മാരുടെ പിൻഗാമികളാണ് മുജാഹിദുകൾ. അതാണ് സലഫി പ്രസ്ഥാനത്തിന്റെ അടിത്തറയും സലഫി പ്രസ്ഥാനത്തിന്റെ ഇസ്സത്തും. ആ തൗഹീദ് ഇല്ലെങ്കിൽ പിന്നെന്തിന് മുജാഹിദുകൾ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലെങ്കിൽ എന്തിന് മുജാഹിദ് പ്രസ്ഥാനം?